കാണിക്കാൻ പോണേ ചക്ക 65 ആണ്. അപ്പൊ ഗൈസ് നമ്മള് ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇത് ഈ കമ്പി കുത്തിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ മുളഞ്ഞീനൊന്നും കയ്യിലാവാതെ നമുക്ക് സേഫ് ആയിട്ട് സംഭവം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ പരിപാടിയിലോട്ടാണ് നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചക്ക 65-ന് നമ്മൾ ഒത്തിരി മൂക്കാത്ത ചക്ക എടുത്തേക്കണേ. പിന്നെ നമ്മുടെ ഈ കത്തിയില് ഈ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് കട്ടിങ് പ്രോസസ് തുടങ്ങാം. അധികം മൂക്കാത്ത പാകത്തിനുള്ള ചക്കയാണ് നമുക്ക് കിട്ടിയേക്കണേ. അരക്കൊക്കെ വരുന്നുണ്ടല്ലേ? അരക്ക് നന്നായിട്ടുണ്ട്. നമ്മുടെ കയ്യേലും മുണങ്ങിയും പറ്റാതെ ചക്ക ക്ലീൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരു കോലടിച്ച് കയറ്റുവാണ് ഇതിൻ്റെ അകത്തേക്ക്. അതാണെങ്കിൽ നമുക്ക് അരക്കില്ലാതെ അരക്കായി പറ്റാതെ പിന്നെ ഇവനെ നമുക്ക് ചെത്തിയെടുക്കാം. കോലൊക്കെ അടിച്ച് കയറ്റി നന്നായിട്ട്. നമ്മൾ നൈസായിട്ട് ഈ സംഭവത്തിന്റെ തൊലി മാത്രം ചെത്തി കളയണം അല്ലേ? അതിന്റെ തൊലി മാത്രമേ കളയുന്നുള്ളൂ. ഇപ്പോൾ പുറം തൊലി മുള്ളെല്ലാം കൂടെ ഉള്ള ഭാഗം. നമ്മൾ എത്ര പെട്ടെന്ന് ഒരു ചക്ക ക്ലീൻ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടോ? അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയി കയ്യിലെല്ലാം പറ്റി നമ്മൾ ഇരുന്ന് നിരങ്ങി കയ്യേലും. ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കണം. ആദ്യം നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിക്കാൻ വെക്കുന്നു. ആവിക്ക് വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുവാണ്. തിരുമ്മി നമ്മൾ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാൻ വെച്ചേക്കുവാണ്. ചക്ക പുഴുങ്ങിയെടുക്കാൻ വെച്ചേക്കുക. ഒരുപാട് വേവില്ല, പെട്ടെന്ന് തന്നെ ആകും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചക്ക 65-നുള്ള കോട്ടിങ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കോൺഫ്ലവർ ആണ്. ഏകദേശം ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അരിപ്പൊടി. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ചതച്ചത്, ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചപ്പോൾ അതിന് പാകത്തിന് ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതിനുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. ആവശ്യത്തിനുള്ള ഗരം മസാല. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് കളർ ചേർക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കളർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നാരങ്ങ, മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ആവിക്ക് വെച്ച ചക്ക നന്നായിട്ട് വെന്തു. അപ്പോൾ നമ്മളതിനെ ഇറക്കി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക 65 റെഡിയാക്കാം. അപ്പോൾ അത് നേരെ അടുപ്പത്തേക്ക് എണ്ണയിൽ മുക്കി, കോട്ടിങ്ങിൽ മുക്കി എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഇടാം. നല്ല കോട്ടിങ്ങാണ്, കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എടുക്കുക, നേരെ മുക്കുക, എണ്ണയ്ക്കകത്തിടുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്ക 65 ആദ്യത്തെ റൗണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനെ കോരി പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട്
ചിക്കൻ ഇരിക്കണ പോലെ ഇതുണ്ടോ അടിപൊളിയായി. അതെ അതെ അടിപൊളി. നല്ല പൊളിച്ചാലും നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കണേ. ചക്കയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് പോലെ വന്നിട്ടുണ്ട്. അച്ഛന്മാരെ അടിപൊളിയായിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അവർ സപ്പോർട്ട് ചെയ്യണം.